ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 2ാമത്തെ ചാപ്റ്ററാണ്, നദീതട സംസ്കാരങ്ങളിലൂടെ കേട്ടോ. അപ്പോൾ ഞാൻ 1ാമത്തെ ചാപ്റ്റർ എടുക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എക്സാം നോക്കിയിട്ട് പഠിച്ചാൽ മതി ആ ചാപ്റ്റർ എന്നല്ലേ. നമുക്ക് പ്രാചീന കാലമൊന്നും നോർമലി PSCയുടെ എല്ലാ എക്സാമിനും ഇല്ലാത്തതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ KS അതേപോലെ അല്ലെങ്കിൽ LP UP സിലബസ് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ ഈ ചാപ്റ്ററും അതേപോലെ പഠിക്കാൻ. അപ്പോൾ നദീതട സംസ്കാരങ്ങളിലൂടെ എന്നുള്ളത് എന്താണ്, നമ്മുടെ സിന്ധു നദീതട സംസ്കാരങ്ങളായിട്ട് മെയിനായിട്ട് ഇതിൽ പറയുന്നത് അത് തന്നെയാണ്. അപ്പോൾ അത് സിലബസിൽ ഉണ്ടെങ്കിൽ ആ ചാപ്റ്റർ നന്നായിട്ടൊന്ന് നോക്കിയിട്ട് തന്നെ പഠിക്കുക. ഇപ്പോൾ LP UP കേട്ടിട്ടൊക്കെ പഠിക്കുന്നവർക്ക് ഉണ്ടാവും. അല്ലാതെ LDC കോമൺ LDC LGS എന്ത് ചെയ്യാറില്ല, ഇത് നോർമലി ഇത് ചോദിക്കാറില്ല, നമ്മൾ പഠിക്കാറുമില്ല. ഇടക്കങ്ങാൻ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ ഡീപ്പായിട്ടൊന്നും നമ്മൾ നോക്കാറില്ല. എന്തായാലും നമുക്ക് ഈ ചാപ്റ്റർ എന്തായാലും ഫുള്ളായിട്ട് നോക്കാം. നദീതട സംസ്കാരങ്ങളിലൂടെ എന്നുള്ള ഈ SCRT ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ എന്നുള്ളത് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഇതാരാണ് ഇതിൻ്റെ ഒക്കെ ഒരു എന്ത് ചെയ്യുന്നത് റിസർച്ച് നടത്തിയെന്നുള്ളതാണ്. 1921 എന്ത് ചെയ്തു, ജോൺ മാർഷൽ എന്ന് പറയുന്ന ഒരു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയിരുന്നു. 1921 സമയത്ത് ജോൺ മാർഷൽ ആണ് ആളെ പേരാണ് ജോൺ മാർഷൽ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയിരുന്നു 1921. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കാലത്ത് നടന്ന ഉത്ഖനനം എന്ന് വെച്ചാൽ എന്താ, കുഴിച്ചെടുക്കുക, പല റിസർച്ചുകൾ നടത്തുകയാണ് കുഴിച്ചെടുത്തിട്ട്. ഈ ഒരു മഹത്തായ സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഇഷ്ടികൾ എന്ന് കണ്ടെത്തി. അതായത് ആ ഒരു സ്ഥലത്ത് ഹാരപ്പ എന്നുള്ള സ്ഥലത്താണ് ഇവരെന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് ഇങ്ങനൊരു ഉത്ഖനനം നടക്കുമ്പോൾ ഇഷ്ടികൾ കിട്ടുന്നത്. അപ്പൊ അങ്ങനെയാണ് സിന്ധു നദീതട സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ട് അവിടെ നിന്ന് തൊട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആ ഒരു സംസ്കാരത്തെ പറ്റി നിലവിലുണ്ടായിരുന്നു എന്നതിനെ പറ്റി ഒരു ഐഡിയ കിട്ടുന്നതും പിന്നെ അതിനുള്ള റിസർച്ച് തുടങ്ങുന്നതും. അപ്പൊ ഇനി അങ്ങോട്ട് അതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് സിന്ധു നദീതട സംസ്കാരം എന്ന് വെച്ചാൽ എന്താ, സിന്ധു നദിയുടെയും അതിന്റെ കൈവഴികളുടെയും തീരത്ത് പണ്ട് കാലത്ത് നിന്നിരുന്ന ഒരു സംസ്കാരം, ജീവിച്ചിരുന്ന ഒരു ജനതയുടെ സംസ്കാരം എങ്ങനെയായിരുന്നു, അതിനെ പറ്റിയാണ്, ജീവിതത്തെ പറ്റിയും സമൂഹത്തെ പറ്റിയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ടോപ്പിക്കിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ പാകിസ്ഥാനിൽ വരുന്ന ഹാരപ്പയിലായിരുന്നു ആദ്യത്തെ ഉത്ഖനനം നടന്നത് കേട്ടോ. അപ്പോൾ അന്ന് ഉത്ഖനനം നടത്തിയത് ഈ ദയാറാം സഹാനി എന്നുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഓർത്തോക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്, ഹാരപ്പയിൽ ഉത്ഖനനം നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ദയാറാം സഹാനിയാണ് കേട്ടോ. സാഹിനി അല്ലെങ്കിൽ സായാനി എന്നൊക്കെ തരാറുണ്ട്. ദയാറാം സാഹിനിയാണ് അന്ന് ഹാരപ്പയിൽ ഉത്ഖനനം നടന്നത്. അപ്പോൾ ആദ്യത്തെ തെളിവുകൾ ലഭിക്കുന്നത് ഹാരപ്പയിൽ നിന്നായത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതിന് ഹാരപ്പൻ സംസ്കാരം എന്ന് കൂടി പേര് വന്നത്. ഈ സിന്ധു നദീതട സംസ്കാരത്തിന് നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ഹാരപ്പൻ സംസ്കാരം. അപ്പൊ അങ്ങനെ ഒരു പേര് വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഹാരപ്പയിൽ നിന്നായിരുന്നു ആദ്യത്തെ തെളിവ് ലഭിച്ചത്. അതുകൊണ്ടാണ് ഹാരപ്പ സംസ്കാരം എന്ന് കൂടി വിളിക്കുന്നത്. പിന്നെ അതിനുശേഷം ഇന്നത്തെ പാകിസ്ഥാനിൽ തന്നെ വരുന്ന സ്ഥലമാണ് എന്ത്, മോഹൻജദാരോ എന്ന് പറയുന്നതും എന്താണ്, ഒരു ഇമ്പോർട്ടന്റ് സൈറ്റാണ്. ഈ സിന്ധു നദീ സംസ്കാരത്തിലെ ഒരു ഇമ്പോർട്ടന്റ് സൈറ്റാണ് മോഹൻജദാരോ. അതിൽ ഉത്ഖനനം നടത്തിയത് RD ബാനർജി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ 3 ആളുകളെ പഠിച്ചേ. ആരൊക്കെയായിരുന്നു? ഒന്ന് ജോൺ മാർഷൽ, അന്നത്തെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടർ. പിന്നെ ഇപ്പൊ എന്താണ്, ഹാരപ്പയിൽ എന്ത് ചെയ്തത്, ഉത്ഖനനം നടത്തിയത് ഇയാളാണ്, ദയാറാം സാഹിനി ആയിരുന്നു. പിന്നെ മോഹൻജദാരോയിലാണെങ്കിൽ RD ബാനർജിയാണ്. അപ്പോൾ ആ 3 പേരെ എന്ത് ചെയ്യണം, നിങ്ങൾ ഓർത്തോക്കണം, വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺസ് ആണ് ഈ 3 പേരും. ഇനി അടുത്തതില് ഇപ്പൊ പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ തീരം മുതൽ ഉത്തർപ്രദേശിലെ അലംഗീർപൂർ വരെയും വടക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് നർമ്മദാ തീരം വരെയുമാണ് ഈ ഹാരപ്പ സംസ്കാരം വ്യാപിച്ചിരുന്നത്. ഏകദേശം ഒരു ഐഡിയ വേണേ. ഈ ഹാരപ്പ സംസ്കാരം എന്ന് പറയുന്നത് സിന്ധു നദീയുടെ ഒഴുകുന്ന ആ വഴികളിലാണ് വരുന്നത്. അപ്പൊ എവിടെ മുതൽ എവിടം വരെ ഉണ്ട് എന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയാൽ മതി. ഏത് കാലത്താണ് ഇവർ ഈ ഒരു സംസ്കാരം നിലനിന്നിരുന്നത്? BCE എന്ന് വെച്ചാൽ എന്താ, BC ബിഫോർ ക്രൈസ്റ്റ് ആണ് അല്ലെ. 2700 മുതൽ എന്താണ് BCE 1700 വരെ. അപ്പൊ 2700 മുതൽ 1700 വരെയാണ് ഈ സംസ്കാരത്തിന്റെ കാലഘട്ടമായിട്ട് എന്ത് ചെയ്യുന്നത്, പൊതുവെ കണക്കാക്കുന്നത്. ഓക്കെ, ഓർത്തോക്കണേ. BCE 2700 മുതൽ BCE 1700 വരെയാണ് ഇത് കണക്കാക്കുന്നത്. അപ്പോൾ ഇതിന്റെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ഒരു ഇതാ ഹാരപ്പ, ഇത് നിങ്ങൾക്ക് ഇവിടെ മാപ്പിൽ കാണാൻ പറ്റും. ഹാരപ്പ ഇതാ, മോഹൻജദാരോ ഇതാ, അതേപോലെയുള്ള സൈറ്റുകളാണ് ധോലവീര, മനസ്സിലായില്ല, ലോത്തൽ, രംഗ്പൂർ, ഇതൊക്കെ എന്താ, ബനവാലി, കാലിബംഗൻ, ഇതൊക്കെ എന്താണ്, ഇത് കണ്ടോ, ഈ ഹാരപ്പ ഒഴുകുന്ന സിന്ധു നദിയുടെ ഒഴുകുന്ന അതിന്റെ തീരത്തുണ്ടായിരുന്ന ഇവരുടെ സിന്ധു നദീയ സംസ്കാരങ്ങളിൽപ്പെട്ട സൈറ്റുകളാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പോൾ സിന്ധു നദീയ സംസ്കാരത്തിന്റെ ഓരോ സൈറ്റും ഇപ്പൊ ഏത് രാജ്യത്താണ് അല്ലെങ്കിൽ ഏത് സ്ഥലത്താണെന്നുള്ളത് എന്ത് ചെയ്യണം,
പഠിച്ചോക്കണം, നോർമലി ചോദിക്കാറുള്ളതാണ്. അപ്പൊ ഹാരപ്പ എന്ന് പറയുന്നതും മോഹൻജദാരോ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പാകിസ്ഥാനിലാണ്. അത് സുത്കജൻ തോർ എന്ന് പറയുന്നത് സൈറ്റും ഏത് തന്നെയാണ്, പാകിസ്ഥാനിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ ആ 3 സൈറ്റുകളൊന്ന് ഓർത്തോക്കണേ. കാരണം അത് 3 ഈ ഹാരപ്പയും മോഹൻജദാരോ വെരി ഇമ്പോർട്ടന്റ്, ഏറ്റവും വലിയ സൈറ്റുകളിൽ പെട്ടതുമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അത് 2 വരുന്നത് പാകിസ്ഥാനിൽ ഇപ്പോഴത്തെ. അതിൻ്റെ ഒപ്പം സുത്കജൻ തോറും കൂടി പഠിച്ചു നോക്കാം. ഇനി അലങ്കിർപൂർ വരുന്നത് ഉത്തർപ്രദേശിലാണ്, ഇന്നത്തെ ഉത്തർപ്രദേശ്. ബനവാലി ഹരിയാനയിലാണ്. ഓക്കെ, ബനവാലി ഹരിയാൽ. കാലിബംഗനും എന്താണ്, കാലിബംഗൻ എന്ന് വെച്ചാൽ രാജസ്ഥാനിലാണ്, ഇന്ത്യ എന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ജസ്റ്റ് ഇന്ത്യ തന്നെ പഠിച്ചു വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇനി ലോത്തലോ ഗുജറാത്തിലാണ് വരുന്നത്. ലോത്തല് ഗുജറാത്തിലാണ്, ലോത്തൽ ഇമ്പോർട്ടൻ്റ് ആയ സൈറ്റ് ആണ്. അടുത്തത് ധോളവീരം വരുന്നത് ഗുജറാത്തിലാണ്. റംഗ്പൂർ അതും വരുന്നത് ഗുജറാത്തിലാണ്. ഷോട്ടുഗായ് അത് അഫ്ഗാനിസ്ഥാനിലാണ് കേട്ടോ, ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിലാണ് വരുന്നത്. അപ്പൊ ഇതിൽ ഇന്ത്യയിലെ സ്ഥലങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് ധോളവീർ ഇമ്പോർട്ടൻ്റ് ആണ്, ലോത്തൽ ഇമ്പോർട്ടൻ്റ് ആണ്, കാലിബംഗ ഇമ്പോർട്ടൻ്റ് ആണ്, ബനവാലി ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ സൈറ്റുകളിൽ. പിന്നെ ഹാരപ്പ മോഹൻജദാരോ പാകിസ്ഥാനിലാണ് എന്ത് ചെയ്യണോ, അതും ഓർത്തോക്കണം. ഇനി നമുക്ക് അതിലെ നഗരങ്ങളെ, അപ്പൊ നഗരങ്ങൾ ഉണ്ടായിരുന്നു ഈ ഹാരപ്പൻ സംസ്കാരത്തിൽ, അല്ലെ സിന്ധു നദീ സംസ്കാരത്തിൽ നഗരങ്ങൾ ഉണ്ടായിരുന്നു. ഈ നഗരങ്ങളുടെ പ്രത്യേകതകളാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചോദിച്ചാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാനുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അതാണ് വേണ്ടത്. നമുക്ക് ടൈപ്പ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ ഇത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റിയാൽ തന്നെ നമുക്ക് ആൻസർ മാർക്ക് കിട്ടും അവിടെ. അപ്പോൾ ഹാരപ്പ, മോഹൻജദാരോ, ലോത്തൽ എന്നീ നഗരങ്ങൾക്ക് 2 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അതായത് പൊതുവെ ഇവരുടെ നഗരങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 2 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ആ ഹാരപ്പയിലെ നഗരങ്ങളുടെ ആ 2 ഭാഗങ്ങളെ പറ്റിയാണ് അടുത്ത പറയാൻ പോകുന്നത്. ഒന്ന് പടിഞ്ഞാറുള്ള ഉയർന്ന ഭാഗം. ഓക്കെ, പടിഞ്ഞാറ് ഏത് ഭാഗമായിരുന്നു, ഉയർന്ന ഭാഗം. അത് എന്തിനാണ്, ഭരണാധികാരികൾ ഉപയോഗിച്ചിരുന്ന ഭാഗമാണ് ഇത്, പടിഞ്ഞാറുള്ള ഉയർന്ന ഭാഗം. അപ്പൊ അസംബ്ലി ഹാൾ എന്ന് കരുതുന്ന ഒരു വലിയ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി താഴ്ന്ന ഭാഗം സാധാരണക്കാരുടെ വാസസ്ഥലങ്ങളാണ്. അപ്പൊ വീടുകളാണെന്ന് സൂചിപ്പിക്കുന്ന നിരവധി കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഈ താഴ്ന്ന ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ നഗരങ്ങൾ 2 ഭാഗങ്ങളായിരുന്നുള്ള എന്ത് ചെയ്യണം, ഓർത്തു വെക്കുക. ഇനി അടുത്തത് ആസൂത്രിതമായ തെരുവുകളുടെ ഇരുവശങ്ങളിലുമായിട്ടാണ് വീടുകൾ എന്ത് ചെയ്തത്, നിർമ്മിച്ചത്. നിങ്ങൾ നോക്കിയ ഇവിടെ തെരുവ് കാണുന്നില്ലേ, ആ തെരുവിന്റെ സൈഡുകളായിട്ട് നോക്കിയ വീടുകൾ കാണാം ഇവിടെ. നോക്കിയ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അല്ലേ, നമ്മുടെ തെരുവുകളിൽ സൈഡുകളായിട്ടല്ല ജീവിക്കുന്നത്. ഇത് എത്രയോ വർഷം, 2700 വർഷങ്ങൾക്ക് BC-യിലാണ് നടക്കുന്നത്. 2700 BC-യിലാണ് എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ സംഭവിക്കുന്നത്. അന്നത്തെ ജനങ്ങളാണ് ഇതൊരു തെരുവിന്റെ സൈഡുകളിലായിട്ട് വീടുകൾ നിർമ്മിക്കുന്നത്. ഈ വീടുകളുടെ പ്രത്യേകത എന്താ, വീടുകൾ വ്യത്യസ്ത ഘടനയുള്ളവയായിരുന്നു. ഇപ്പൊ ചിലത് ഒറ്റമുറി വീടുകളാണെങ്കിൽ മറ്റു ചിലത് എന്തായിരുന്നു, കുറെ മുറികളുണ്ടായിരുന്നു, വിശാലമായ മുറ്റവും കിണറുള്ളതായിരുന്നു. അതേപോലെ എല്ലാ വീടുകൾക്കും ശൗചാലയങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എല്ലാ വീടുകൾക്കും എന്തുണ്ടായിരുന്നു, ശൗചാലയങ്ങൾ ഉണ്ടായിരുന്നു. ഇനി രണ്ടാമത്തെ പ്രത്യേകത അഴുക്ക് ചാലുകളാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം അഴുക്ക് ചാല് സംവിധാനം. ഈ നഗരങ്ങളുടെ ഒരു പ്രത്യേകത ആയിരുന്നു അഴുക്കുചാല് സംവിധാനം. അതായത് നഗരത്തിലെ പ്രധാനപ്പെട്ട അഴുക്കുചാലുമായി ബന്ധിപ്പിച്ചിരുന്നു ഏത്, എല്ലാ വീടുകളിൽ നിന്നുള്ള മലിനജലങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഈ പ്രധാനപ്പെട്ട അഴുക്കുചാലുമായിട്ട് ബന്ധിപ്പിച്ചിരുന്നു. ഇവ എന്തുകൊണ്ടാണ് നിർമ്മിച്ചത്, ചുട്ട ഇഷ്ടികൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചത്. അപ്പോൾ സ്ലാബുകൾ ഉപയോഗിച്ച് ഇവ മൂടുകയും ചെയ്തിരുന്നു. അപ്പൊ അത്രയും അഡ്വാൻസ്ഡ് ആയിരുന്നു അന്നത്തെ അവരുടെ സെറ്റപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് ഓർത്തോക്കാം. ഇനി അടുത്തത് മോഹൻജദാരോയിൽ നിന്ന് ഒരു വലിയ കുളത്തിന്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ വലിയ കുളം. മോഹൻജദാരോയിലാണ് വലിയ കുളം, ഗ്രേറ്റ് ബാത്ത് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ പറയാം, ഗ്രേറ്റ് ബാത്ത്, വലിയ കുളം കേട്ടോ. അത് ചിലപ്പോൾ മലയാളത്തിൽ വലിയ കുളം തന്നെയാണ് ചോദിക്കുക. അപ്പൊ മോഹൻജദാരോയിൽ നിന്നാണ് വലിയ കുളത്തിന്റെ അവശിഷ്ടം ലഭിച്ചതെന്നുള്ളത് എന്ത് ചെയ്യണം, ഓർത്ത് നോക്കണം. ഇനി അടുത്തത് ധാന്യപ്പുരകൾ, കൃഷി. അവരുടെ അന്നത്തെ ധാന്യപ്പുരകളെ, കൃഷിയെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയ നഗരാവശിഷ്ടങ്ങൾ എന്തുണ്ടായിരുന്നു, പ്രധാനപ്പെട്ട ഒന്നാണ് ധാന്യപ്പുരകൾ. അതായത് ഈ ധാന്യം ശേഖരിക്കാൻ വേണ്ടി, ധാന്യങ്ങൾ ഉണക്കാനും സംഭരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്ന വലിയ കെട്ടിടങ്ങളായിരുന്നു ഈ ധാന്യപ്പുരകൾ. അതേപോലെ ഗുജറാത്തിലെ നമ്മൾ പറഞ്ഞ റംഗ്പൂർ, ലോത്തൽ എന്നിവിടങ്ങളിൽ നിന്ന് നെല്ല് കൃഷി ചെയ്ത ഇതിന്റെ എന്തുണ്ട് തെളിവ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നെല്ല് കൃഷി ചെയ്ത തെളിവ് അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്. അവരുടെ മെയിനായിട്ട് ഇവിടുന്ന് ലഭിച്ച എന്തൊക്കെയാ, ഗോതമ്പ്, ബാർലി, എള്ള്, പയറുവർഗം, ഒപ്പം ഈ നെല്ലിന്റെയും അവശിഷ്ടങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഗ്രാമങ്ങളിലെ കൃഷിയിടങ്ങൾ ഫലഭൂഷ്ടമായിരുന്നു. ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്ന കൃഷിയിടങ്ങൾ. നഗരങ്ങളുടെ പ്രത്യേകത ഗ്രാമങ്ങളിലേക്ക് പോവാണെങ്കിൽ ഈ രാജസ്ഥാനിലെ കാലിബംഗ് എന്നുള്ള സ്ഥലത്തില്ലേ ഒരു നിലം ഉഴുതുമറിച്ച് കൃഷി നടത്തിയതായിട്ടുള്ള തെളിവ് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ കളിമണ്ണിൽ തീർത്ത കലപ്പയുടെ രൂപങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, അന്ന് ലഭിച്ചിട്ടുണ്ട്. ഇതാണ് ആ കലപ്പ, കളിമൺ കലപ്പ എന്ന് പറയുന്നത്. അപ്പൊ ജലസേചനത്തിന് വേണ്ടിയിട്ട് കനാലുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പ്രത്യേകതകളാണെന്ന് ഒന്ന് ഓർത്ത് വെച്ചാൽ മതിയെ. ഇനി കാണ്ടാമൃഗത്തിന്റെയും ആനയുടെയും കളിമൺ രൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെന്താ,
കാള, ആട്, പന്നി, ചെമ്മരിയാട് എന്നിവയെ എന്ത് ചെയ്തിരുന്നു? വളർത്തിയിരുന്നു. ഓക്കെ, അന്ന് വളർത്തിയിരുന്നു. ഈ കൃഷിയോടൊപ്പം മൃഗങ്ങളെ വളർത്തിയിരുന്നതാണ് ഇതൊക്കെ. ഇനി മെച്ചപ്പെട്ട ഒരു ഭരണ സംവിധാനം നിലനിന്നിരുന്നു എന്നതിന് തെളിവാണ് ഇത്തരം ധാന്യ സംഭരണശാലകൾ അല്ലെ. ഈ ധാന്യങ്ങൾ, അതായത് കൃഷി ചെയ്തിട്ട് ബാക്കി വരുന്ന ധാന്യങ്ങളൊക്കെ സംഭരിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ഭരണ സംവിധാനം തന്നെ വേണം അല്ലെ. അവിടെ ആ ഭരണ സംവിധാനം നിലനിന്നിരുന്നു എന്നുള്ള തെളിവാണ് ഇത് ഈ ധാന്യ സംഭരണശാലകൾ എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് കച്ചവടത്തെ പറ്റിയാണ് പറയുന്നത്. ഇവർക്ക് വേറെ കച്ചവടം പുറത്തോ അല്ലെങ്കിൽ ഉള്ളിൽ തന്നെയോ കച്ചവടം ഉണ്ടായിരുന്നു എന്നതിനെ പറ്റിയാണ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള സൂചനകൾ ലഭിക്കുന്നത് എങ്ങനെയാ? സംഭരിക്കപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിനായി കൃത്യമായ അളവുകളും തൂക്കങ്ങളും ഉപയോഗിച്ചിരുന്നു. അപ്പൊ അളവ് തൂക്ക ഉപകരണങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. നോക്കി, അളവുകളും തൂക്കങ്ങളും നിങ്ങൾ നോക്കിക്കൂടെ. ഇവിടെ അളവുകളും തൂക്കങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ച തൂക്ക് കട്ടകളും ഇതൊക്കെ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്? ഈ സിന്ധു നദീര സംസ്കാരത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇവർ കച്ചവടം നടത്തിയിരുന്നല്ലേ, തൂക്കിയിട്ട് കച്ചവടം നടത്തിയിട്ടാണ് അതിന്റെ ഒരു സൂചന. അപ്പൊ മെസപ്പൊട്ടോമിയയിൽ നിന്ന് ലഭിച്ച ലിഖിതങ്ങളിൽ എഴുതിയിരിക്കുന്ന വസ്തുക്കൾ അവർ കച്ചവടം നടത്തിയിരുന്ന മെലൂഹ എന്ന പ്രദേശത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ഇത് നോക്കി, ഇത് എവിടെയാ? മെസപ്പൊട്ടോമിയ എന്ന് വെച്ചാൽ എവിടെയായിരുന്നു? ഞാൻ മുന്നേ ഒരു ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. എവിടെയാ? ഇന്നത്തെ ഇറാഖായിരുന്നു അല്ലെ മെസപ്പൊട്ടോമിയ സംസ്കാരം നിലനിന്നിരുന്നത്. അവിടെ നിന്ന് ലഭിച്ച കച്ചവടം നടത്തിയിരുന്ന ഒരു മെലൂഹ എന്ന പ്രദേശത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട്. ആ മെലൂഹ എന്നുള്ളത് ഹാരപ്പയാണെന്നാണ് എന്ത് ചെയ്യുന്നത്? ചരിത്രകാരന്മാരുടെ അഭിപ്രായപ്പെടുന്നത്. ആ മെലൂഹ എന്ന് പറയുന്നത് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹാരപ്പയാണെന്നാണ് അവർ എന്ത് ചെയ്യുന്നത്? അഭിപ്രായപ്പെടുന്നത്. ഇനി കടൽ വഴിയുള്ള വാണിജ്യ കേന്ദ്രങ്ങളിൽ ഒന്ന് ഏതായിരുന്നു? ഈ ലോത്തലായിരുന്നു. കടൽ വഴിയുള്ളത് ഗുജറാത്തിലെ ലോത്തൽ നമ്മൾ പഠിച്ചില്ലായിരുന്നു നേരത്തെ ഒരു സൈറ്റ്. അതില് കടൽ വഴിയുള്ള വാണിജ്യ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഈ ലോത്തൽ. എന്നാൽ നാണയങ്ങൾ ഉപയോഗിച്ചതിന് തെളിവുകൾ ലഭ്യമല്ല. അത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തോക്കണേ. കാരണം ഇത് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അവിടെ കിട്ടണം. കാരണം നാണയങ്ങൾ ഉപയോഗിച്ചതിന് തെളിവ് ഒന്നും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ പോയിന്റ് എന്ത് ചെയ്യണം? ഓർത്തോക്കണം. ഇനി രാജസ്ഥാനിലെ കേത്രി ഖനികളിൽ നിന്ന് ചെമ്പും അഫ്ഗാനിസ്ഥാനിൽ നിന്നും മധ്യേഷ്യയിൽ നിന്നും വെളുത്ത ഈയവും ശേഖരിച്ചിരുന്നു ഇവര്. അപ്പൊ ചെമ്പും വെളുത്ത ഈയവും ചേർത്ത് വെങ്കലം നിർമ്മിച്ചു. അങ്ങനെ വെങ്കലം ഉപയോഗിച്ച് ഉപകരണങ്ങളും ആയുധങ്ങളും നിർമ്മിച്ചു. വെങ്കലത്തിന്റെ ഉപയോഗം ഹാരപ്പൻ സംസ്കാരത്തിന് വെങ്കലയുഗ സംസ്കാരം എന്ന പേര് നേടിക്കൊടുത്തു. അപ്പോൾ ഈ ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത് എന്ത് സംസ്കാരത്തിൽപ്പെട്ടതാണ്? വെങ്കലയുഗ സംസ്കാരത്തിൽപ്പെട്ടാണ് വെങ്കലം ഉപയോഗിച്ചിരുന്നത്. വെങ്കലം എന്ന് വെച്ചാൽ എന്താ? ചെമ്പും ഈയവും കൂടി ചേർത്തിട്ട് ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് ഇത് വെങ്കലം. അപ്പൊ അത് ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് വെങ്കലയുഗം. ആ സമയത്ത് നിലനിന്നിരുന്ന ഒരു സംസ്കാരമായിരുന്നു ഇത് ഈ സിന്ധു നദീതട സംസ്കാരം. ഇനി കരകൗശല വസ്തുക്കളും തൊഴിൽ കൂട്ടങ്ങളും. അപ്പൊ മൺപാത്രങ്ങളിൽ അലങ്കാര പണികൾ നടത്തിയിരുന്നു ഇവര്. മൺപാത്രങ്ങൾ ഇവിടെ നോക്കി, നിങ്ങൾക്ക് ആഭരണങ്ങളും കളിമൺ വണ്ടികളൊക്കെ അവരുടെ ഒരു ശേഷിപ്പിൽ നിന്ന് കിട്ടുന്നതാണ്. ഇതൊക്കെ നമുക്ക് തെളിവായിട്ട് കിട്ടിയതാണ്. അപ്പൊ കളിമണ്ണിൽ മൃഗരൂപങ്ങൾ നിർമ്മിക്കൂ, അതേപോലെ സ്ത്രീ പുരുഷ രൂപങ്ങളും വണ്ടികളുടെ രൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെന്താ? ചെമ്പ്, വെങ്കല, സ്വർണം എന്നിവ കൊണ്ടുള്ള ആഭരണങ്ങൾ, ലോത്തലിൽ നിന്ന് മുത്ത് നിർമ്മിക്കുന്ന നിർമ്മാണ കേന്ദ്രത്തിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിൽ വൈദഗ്ധ്യം ഉണ്ടായിരുന്നെങ്കിലും ഹാരപ്പൻ ജനത എന്ത് ചെയ്തിരുന്നു? ആയുധ നിർമ്മാണത്തിന് അത്ര പ്രാധാന്യം നൽകിയിരുന്നില്ല. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. ആയുധ നിർമ്മാണത്തിന് വലിയ പ്രാധാന്യം കൊടുത്തില്ലായിരുന്നു, കാരണം ആയുധങ്ങൾക്ക് കിട്ടുന്ന കുറവായിരുന്നു. പക്ഷെ കരകൗശല വസ്തുക്കൾ ഒത്തിരി കിട്ടിയിട്ടുണ്ട്. ഹാരപ്പൻ ജനതയുടെ മികച്ച കലാവൈഭവം പ്രകടമാക്കുന്ന മുദ്രകളുടെ നിർമ്മിതിയിലാണ്. ഇവിടെ നോക്കിയേ, മുദ്രകളും അതേപോലെ ലിപികളും. ഈ മുദ്രകളില് ഒത്തിരി മുദ്രകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഹാരപ്പ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ കളിമണ്ണ് കൊണ്ടും പിന്നെന്താണ്? ശിലകൾ കൊണ്ടും മുദ്രകൾ നിർമ്മിച്ചിരുന്നു. അപ്പൊ മോഹൻജദാരോവിൽ നിന്ന് ലഭിച്ച നർത്തകിയുടെ പ്രതിമ എന്താണ്? ഇതിന്റെ ഒരു ഉദാഹരണമാണ്. അപ്പൊ നർത്തകിയുടെ പ്രതിമ ലഭിച്ചത് എവിടുന്നാണെന്ന് ചോദിച്ചാൽ എവിടുന്ന? മോഹൻജദാരോ ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ്? വലിയ കുളം, ഗ്രേറ്റ് ബാത്ത്, കുളക്കടവ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതെവിടെയായിരുന്നു? മോഹൻജദാരോ ആണ്. അപ്പൊ അത് ഓർത്തോക്കണം. അതുകൊണ്ടാണ് ഞാനത് ഊന്നി പറയുന്നത്. അപ്പൊ മോഹൻജദാരോയിൽ നിന്ന് കിട്ടിയതാണ് ഇത് നർത്തകിയുടെ പ്രതിമ. അതും ഒന്ന് എന്ത് ചെയ്യണം? ഓർത്തോക്കണം. ഇനി അവിടുത്തെ ജനതയ്ക്ക് അവരുടേതായ എഴുത്ത് ശൈലി ഉണ്ടായതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം ഇതിൽ നിന്ന് അവരുടെ ലിപി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ വിജയിച്ചിട്ടില്ല. എന്ത്? ഈ ലിപികൾ വായിക്കാനുള്ള ശ്രമങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? ഇതുവരെ വിജയിച്ചിട്ടില്ല. നമുക്ക് ആ ലിപികളിൽ എന്താണ് അവർ എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. ഇനി അവരുടെ വിശ്വാസ രീതികളെ പറ്റിയാണ് അടുത്ത പറയാൻ പോകുന്നത്. അപ്പൊ ഫലഭൂയിഷ്ഠതയുമായി ബന്ധപ്പെട്ടാണ് മാതൃദൈവാരാധന നിലനിന്നിരുന്നത്. ഓക്കെ, ഫലഭൂയിഷ്ഠത എന്ന് വെച്ചാൽ എന്താ? കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഇവിടെ നിന്ന് ലഭിച്ച പുരുഷ രൂപത്തിലുള്ള ശില്പങ്ങൾ ആദിമ ശിവന്റെയും, ആദിമ ശിവൻ എന്ന് വെച്ചാൽ പ്രോട്ടോശിവ ശില്പങ്ങളാണെന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. പിന്നെന്തായിരുന്നു? മൃഗങ്ങളുടെയും വൃക്ഷങ്ങളെയും ഒക്കെ ഇവരെന്ത് ചെയ്തിട്ടുണ്ടോ? ആരാധിച്ചിട്ടുണ്ടായിരുന്നു. മൃഗങ്ങളെയും വൃക്ഷങ്ങളൊക്കെ ഇവര് ആരാധിച്ചിരുന്നു ആ സമയത്ത്. ഇനി ഹാരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയെ പറ്റിയാണ് പറയുന്നത് കേട്ടോ.
ഹാരപ്പൻ സംസ്കാരം എങ്ങനെയാണ് തകർന്നു പോയെന്നുള്ളത്. അപ്പൊ വ്യക്തമായിട്ട് പൂർണ്ണമായിട്ടൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഏകദേശം 1700 BCE എന്ത് ചെയ്തു, ഹാരപ്പൻ സംസ്കാരം ക്ഷയിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ തകരാനുള്ള കാരണങ്ങളെ പറ്റി പറയുമ്പോൾ നിരവധി അഭിപ്രായങ്ങൾ പൊന്തി വന്നിട്ടുണ്ട്. അപ്പൊ അതിലുള്ള ചില അഭിപ്രായങ്ങളാണ് എന്ത്, ഒന്ന് വെള്ളപ്പൊക്കം എന്നുള്ളത്, വെള്ളപ്പൊക്കം കൊണ്ടാവാം, അല്ലെങ്കിൽ പുറമെ നിന്നുള്ള ആക്രമണങ്ങൾ കൊണ്ടാവാം, വനനശീകരണങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ ഉണ്ടായ തകർച്ച കൊണ്ടാവാം, പകർച്ചവ്യാധികൾ കൊണ്ടാവാം എന്നിങ്ങനെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അഭിപ്രായങ്ങൾ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ റിസർച്ച് ചെയ്യുന്നവരിൽ തന്നെ അഭിപ്രായങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്ത വേറെ കുറച്ച് എന്താണ് സംസ്കാരങ്ങളാണ്. അതായത് ഈജിപ്ഷ്യൻ സംസ്കാരം, മെസൊപ്പൊട്ടോമിയൻ, ചൈനീസ് സംസ്കാരങ്ങളാണ് അടുത്ത് നോക്കാനുള്ളത്. അതിന് മുമ്പായിട്ട് എന്തുകൊണ്ടാണ് ഈ നദീതടങ്ങളിൽ മാത്രമായിട്ട് ഈ സംസ്കാരങ്ങൾ ഉടലെടുത്തത് എന്നുള്ളതിനെ പറ്റിയാണ് ജസ്റ്റ് ഒരു പോയിന്റ് പറയാൻ കേട്ടോ. ഇവിടെ എന്തുകൊണ്ടായിരിക്കും നദീതീരങ്ങളിൽ തന്നെ എന്ത് ചെയ്യുക ഈ ഒരു സംസ്കാരങ്ങൾ, അതായത് ഈ ഒരു ജനങ്ങൾ താമസിക്കാനുള്ള കാരണം എന്തുകൊണ്ടായിരിക്കും? ഒന്നാമത് നദീതടങ്ങളിൽ വളക്കൂറുള്ള മണ്ണുണ്ട് അല്ലെ, അവിടെ ധാരാളം ജലമുണ്ട്, പിന്നെ കന്നുകാലികൾക്ക് മേയാനുള്ള മേച്ചിൽപ്പുറമുണ്ട്. അപ്പൊ ഇതൊക്കെ കാരണമാണ് മനുഷ്യവാസം എന്ത് ചെയ്തത് ആദ്യകാലങ്ങളിൽ നദീതടങ്ങളിൽ തന്നെ കേന്ദ്രീകരിക്കാനുള്ള ഒരു കാരണം. അപ്പൊ വളക്കൂറുള്ള മണ്ണുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, കൃഷി ചെയ്യാൻ പറ്റും. പിന്നെ ധാരാളം ജലം ഉണ്ടെങ്കിൽ എന്താണ്, ഇപ്പൊ കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാം, പിന്നെ എന്താണ് ജല ഗതാഗതത്തിലൂടെ അവർക്ക് എന്ത് ചെയ്യാം, ഗതാഗതമായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അത് മെയിനായിട്ട് നദീതടങ്ങളിൽ തന്നെ എന്ത് ചെയ്തത് ഈ ഒരു സംസ്കാരങ്ങൾ ഉടലെടുക്കാൻ കാരണമായത്. ഇനി അപ്പൊ അടുത്ത ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടോമിയൻ, ചൈനീസ് സംസ്കാരങ്ങളെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ഈ സംസ്കാരങ്ങളുടെ എല്ലാം ഇത് നമ്മൾ ഓൾറെഡി 5ാം ക്ലാസ്സിൽ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സംസ്കാരങ്ങളുടെ പൊതുവായ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താ, വെങ്കലത്തിൽ നിർമ്മിച്ച ഉപകരണങ്ങളുടെ വ്യാപകമായിട്ടുള്ള ഉപയോഗമായത്. അതായത് ഇതൊക്കെ എന്താണ്, പൊതുവെ വെങ്കലയുഗ സംസ്കാരങ്ങൾ എന്നാണ് ഇതൊക്കെ അറിയപ്പെടുന്നത്. അപ്പൊ ഇതൊക്കെ വ്യാപിച്ചു കിടക്കുന്ന ഏതൊക്കെ ഇതിന് നോക്കിയാൽ നിങ്ങൾ ഈജിപ്ഷ്യൻ സംസ്കാരം നോക്കിയേ, നൈലിന്റെ തീരത്താണ്. നൈല്. മെസപ്പൊട്ടോമിയ എന്ന് പറയുന്നത് 2 നദികൾക്കിടയിലാണ്, യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നുള്ള 2 നദികൾക്കിടയിലാണ് ഇത് വരുന്നത്. ഇനി സിന്ധു നദിയുടെ സംസ്കാരം ഇത് സിന്ധു നദിയുടെ തീരത്താണ്. ചൈനീസ് സംസ്കാരം ആണെങ്കിലും അതെന്താണ്, നദിയുടെ തീരത്ത് തന്നെയാണ് എന്ത് ചെയ്തത്, വളർന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വെങ്കലയുഗ സംസ്കാരങ്ങൾ വരുന്നത്. അപ്പൊ വെങ്കലയുഗ സംസ്കാരങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കറക്റ്റ് മനസ്സിലാക്കി വെക്കണേ. കാരണം എപ്പോഴെങ്കിലും വെങ്കലയുഗ സംസ്കാരങ്ങൾ പെടാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കി കിട്ടണത്. അപ്പൊ ഈജിപ്ഷ്യൻ സംസ്കാരത്തെ കുറിച്ചാണ് അടുത്ത കുറച്ച് പോയിന്റുകൾ പറയുന്നത്. ഒന്ന്, ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ട പേരാണ് ഫറോവമാർ കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. മൃതശരീരം കേടുകൂടാതെ സൂക്ഷിക്കുന്ന രീതി എന്തുണ്ടായിരുന്നു, ഈജിപ്തിലുണ്ടായിരുന്നു. അങ്ങനെ സൂക്ഷിക്കപ്പെട്ട മൃതശരീരം അറിയപ്പെട്ട പേരാണ് എന്ത്, മമ്മി. ഓക്കെ, ആ മമ്മികൾ സൂക്ഷിക്കുന്ന വലിയ ശവകുടീരങ്ങളാണ് ഇത് നമ്മളിപ്പോ കാണുന്ന പിരമിഡുകൾ. അപ്പൊ പിരമിഡുകൾ, മമ്മി, ഫറോവ, ഇതൊക്കെ എന്തൊക്കെ ടേമുകൾ എന്തൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യണം, അവിടെ ഓർത്തൊക്കണം. ഇനി ഈജിപ്തിലെ നൈൽ നദീതടത്തിലാണ് ഈ സംസ്കാരം എന്ത് ചെയ്തത്, വളർന്നു വന്നത്. അപ്പൊ കൃഷിയായിരുന്നു ഇവരുടെ ഒരു മെയിൻ ഒരു അടിത്തറ എന്ന് പറയുന്നത്. അതേപോലെ നെയ്ത്തും സ്ഫടിക പാത്ര നിർമ്മാണത്തിലും ഇവരെന്ത് ചെയ്തിട്ടുണ്ടോ, ഏർപ്പെട്ടിരുന്നു. അത് ഒരു പോയിന്റ് ആണ്, അതൊന്ന് ഓർത്തോക്കണം. ഇവരുടെ എഴുത്ത് വിദ്യ രൂപപ്പെട്ടിരുന്നു. ഈ എഴുത്ത് വിദ്യയുടെ പേരാണെന്ന് ഹൈറോഗ്ലിഫിക്സ്. അപ്പൊ ഹൈറോഗ്ലിഫിക്സിനെ പറ്റിയാണ് അടുത്ത ഞാൻ പറയാൻ പോകുന്നത്. ഹൈറോഗ്ലിഫിക്സ് എന്താ, ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായി വായിച്ചത് ഫ്രഞ്ച് പണ്ഡിതനായിട്ടുള്ള ഷംബോലിയാണ് ഇത് ഡിസൈഫർ ചെയ്തത്, അതായത് ഇത് വായിച്ച് മനസ്സിലാക്കി എന്താണെന്നുള്ളത്. നൈൽ നദീമുഖത്ത് നിന്ന് കണ്ടെത്തിയ വലിയൊരു ശില, അതായത് റോസറ്റ എന്ന് പറയുന്ന ഒരു ശില ഉണ്ടായിരുന്നു. ഈ എഴുത്തുണ്ടായിരുന്നു ആ ശിലയിൽ. അപ്പോൾ നിരന്തരമായ പരിശ്രമങ്ങൾക്കൊടുവിൽ ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ ഷംബോലിയോ അത് വായിച്ചെടുത്തു, എന്തായിരുന്നു മീനിങ് എന്നുള്ളത്. അപ്പൊ ഇനി ഹൈറോഗ്ലിഫിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ഹൈറോഗ്ലിഫിക്സ് എന്നാൽ വിശുദ്ധമായ എഴുത്ത് എന്നാണ് അർത്ഥം. അത് ഓർത്തോക്കണം കേട്ടോ. ഹൈറോഗ്ലിഫിക്സ് എന്നാൽ വിശുദ്ധമായ എഴുത്ത് എന്നാണ് അതിന്റെ മീനിങ്. ഇനി പാപ്പറസ് ചെടിയുടെ ഇലകളിലാണ് ഇവരെന്ത് ചെയ്തത്, എഴുതാൻ വേണ്ടി ഉപയോഗിച്ചത്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഈജിപ്തുകാരെ സംസ്കാരത്തിൽ അവർക്ക് എന്തുണ്ടായിരുന്നു, സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കലണ്ടർ അവർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു വർഷത്തെ 365 ദിവസങ്ങളാക്കിയിട്ട് കണക്കാക്കിയിരുന്നു. അപ്പൊ 30 ദിവസങ്ങളിലെ 12 മാസങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക്, അല്ലെ, നമ്മളിപ്പോ ഉപയോഗിക്കുന്ന പോലെ തന്നെ. പക്ഷെ എല്ലാ മാസങ്ങളും 30 ദിവസങ്ങളായിരുന്നു. അങ്ങനെ ഒരു വർഷത്തെ അവർ വിഭജിച്ചു. അപ്പൊ അങ്ങനെ എല്ലാ മാസവും 30 ആണെങ്കിൽ ബാക്കി വന്ന 5 ദിവസങ്ങൾ ഉണ്ടാവല്ലോ. ആ 5 ദിവസം അവർ ആഘോഷങ്ങൾക്കായിട്ട് മാറ്റിവെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ത്രികോണ, ചതുരം എന്നിവയുടെ വിസ്തൃതി, അതായത് ഏരിയ കണക്കാക്കാനുള്ള ഐഡിയ ഒക്കെ അവർക്ക് അറിയായിരുന്നു. സൂര്യഘടികാരം, ജലഘടികാരം എന്നിവയുടെ പ്രവർത്തനങ്ങൾ അതേപോലെ എന്നിവ നിർമ്മിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിയലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ സൂര്യഘടികാരം വർക്ക് ചെയ്യുന്നത്. അതൊക്കെ അവരുടെ ഒരു എന്ത് ചെയ്തന്നെ, അവർക്ക് അതിനെപ്പറ്റിയൊക്കെ നോളജ് ഉണ്ടായിരുന്നു. ഇനി പ്രതിമാ നിർമ്മാണത്തിൽ അവർ വിദഗ്ധരായിരുന്നു.
അപ്പോൾ അവരുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രതിമയാണ് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്ന ഈ ഒരു പ്രതിമ അല്ലേ. ഇതിന്റെ പ്രത്യേകത എന്താ? മനുഷ്യന്റെ തലയാണ്, പക്ഷെ എന്താണ് സിംഹത്തിന്റെ ഉടലുമാണ്. അങ്ങനെയുള്ള ആ ഒരു പ്രതിമയെ വിളിക്കുന്ന പേരാണ് ഇത് സ്ഫിങ്സ് എന്ന പ്രതിമ കേട്ടോ. അപ്പോൾ സ്ഫിങ്സ് എന്ന പ്രതിമ ആരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ ആരുടെയാ? ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അപ്പൊ അത് എന്ത് ചെയ്യണം? ഓർത്തോക്കണം. ഇനി അടുത്ത മെസപ്പൊട്ടോമിയൻ സംസ്കാരം. മെസപ്പൊട്ടോമിയൻ ഇന്നത്തെ ഏത് ഭാഗമാണ് വരുന്നത്? ഇന്നത്തെ ഇറാഖാണ് വരുന്നത്. അപ്പോൾ മെസപ്പൊട്ടോമിയ ഏതൊക്കെ നദികളുടെ ഇടയിലാണ്? യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിലുള്ള പ്രദേശമാണ് പ്രാചീന കാലത്ത് മെസപ്പൊട്ടോമിയയുടെ. അപ്പൊ രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതൊക്കെ ഇപ്പൊ അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? റീസെന്റ് ആയിട്ട് 2023 ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം ജനറൽ എക്സാമിനാണ് വന്നിട്ടോ. ആ മെസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് അതിന്റെ അർത്ഥം. ഇനി 4 വ്യത്യസ്ത സംസ്കാരങ്ങൾ മെസപ്പൊട്ടോമിയയിൽ ഉദയം ചെയ്യുകയും അസ്തമിക്കുകയും ചെയ്തു. അതായത് ഈ മെസപ്പൊട്ടോമിയയിൽ തന്നെ 4 സംസ്കാരങ്ങൾ, ഡിഫറെന്റ് സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. അത് അറിയപ്പെട്ട പേരുകളാണിത്: സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ, അതേപോലെ കാൽഡിയൻ. അപ്പോൾ ബാബിലോണിയൻകാരെന്ന് പറയുന്നാലും സുമേറിയൻകാരെന്നോ അസീറിയൻകാരെന്നോ കാൽഡിയൻകാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒക്കെ എല്ലാം കൂടി ഒന്നിച്ചു വിളിക്കുന്ന പേരാണിത് മെസപ്പൊട്ടോമിയക്കാർ. ഓക്കെ. അപ്പൊ ഇനി അതില് ഉറുക്ക്, ലഗാഷ് എന്നിവ പ്രാചീന മെസപ്പൊട്ടോമിയയിലെ പ്രധാന നഗരങ്ങളായിരുന്നു. ഇതിൽ എന്തായാലും ഓർത്തോക്കണേ, ഉർ നഗരം എവിടെയായിരുന്നുണ്ടോ എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. സിന്ധു നദിയുടെ സംസ്കാരത്തിലെ ജനങ്ങളുമായിട്ട് ഇവർക്ക് കച്ചവടങ്ങൾ ഉണ്ടായിരുന്നതായിട്ടുള്ള എന്ത് ചെയ്തിട്ടുണ്ട്? തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇനി മെസപ്പൊട്ടോമിയയിൽ എഴുത്ത് വിദ്യ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ക്യൂണിഫോം ലിപി ആയിരുന്നു അവരുടേത്. അവരുടെ ലിപികൾക്ക് ആപ്പിന്റെ ആകൃതിയായിരുന്നു. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ക്യൂണിഫോം ലിപി നോക്കിയേ, ഒരു ആപ്പ് പോലെയാണ് അതിന്റെ ആകൃതി വരിക, ആപ്പ്. അപ്പോൾ ഇതെങ്ങനെയാണ്? മണ്ണ് കുഴച്ചുണ്ടാക്കിയ ചെറു ഫലകങ്ങളുടെ മിനുസമുള്ള പ്രതലത്തിലാണ് അവരെന്ത് ചെയ്തത്? അവരെ എഴുതിയിരുന്നത്. ഇനി ചന്ദ്രനെ ചലനത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു കലണ്ടറും അവർ തയ്യാറാക്കിയിരുന്നു ഈ മെസപ്പൊട്ടോമിയക്കാർ. ഒരു വർഷത്തെ 12 മാസങ്ങളായും ഒരു മാസത്തെ 4 ആഴ്ചകളായിട്ടും അതേപോലെ അവർ ഉപയോഗിച്ചിരുന്നു. ഒരു ദിവസത്തെ 24 മണിക്കൂറായിട്ടും ഇവർ കണക്കാക്കിയിരുന്നു. അപ്പോൾ ഇവർക്ക് ഇതിനെ പറ്റിയൊക്കെ എന്തുണ്ടായിരുന്നു? ഇതൊക്കെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെയാണെന്ന് ഏകദേശം എന്ത് ചെയ്തത് അവർ ആ സമയത്ത് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഗണിതശാസ്ത്രത്തിലെ ഹരണം, ഗുണനം, വർഗ്ഗമൂലം ഇതൊക്കെ എന്ത് ചെയ്യുന്നു? അവർക്ക് അറിയായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി പ്രാചീന മെസപ്പൊട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന്റെ ഉദാഹരണമാണ് ഇത് സിഗുറാത്തുകൾ എന്നുള്ള ആരാധനാലയങ്ങൾ. ഇതാണ് സിഗുറാത്തുകൾ. നിങ്ങൾ നോക്കിയേ, വലിയ എഷ്ടികളൊക്കെ കൊണ്ട് നിർമ്മിച്ച ആരാധനാലയമാണ് ഇത് ഈ സിഗുറാത്തുകൾ എന്നുള്ളത്. ആ മെസപ്പൊട്ടോമിയൻകാരുടെ ആരാധനാലയമാണ്. സ്ഫിങ്സ് ഓർമ്മയുണ്ടല്ലോ. സ്ഫിങ്സ് എന്തായിരുന്നു? ഈജിപ്ഷ്യൻകാരനാണ്. സ്ഫിങ്സ്, പിരമിഡ് ഒക്കെ മറന്നുപോയത്, അവരൊന്നും മാറിപ്പോയത്. ഇനി അടുത്ത ചൈനീസ് സംസ്കാരം. ചൈനീസ് സംസ്കാരം വളർന്നു വന്നത് ഹൊയാങ്ഹോ നദീതടത്തിലാണ്. ചൈനീസ് സംസ്കാരം വളർന്നു വന്നത് ഇവരുടെ കൃഷിയായിരുന്നു മെയിൻ ആയിട്ടുള്ള ഈ സംസ്കാരത്തിന്റെ അടിത്തറ നടന്നത്. കൂടാതെ ഇവർക്ക് എന്തുകൂടി ഉണ്ടായിരുന്നു? നെയ്ത്ത് വിദ്യ അറിയായിരുന്നു, മൺപാത്ര നിർമ്മാണം അറിയായിരുന്നു, പട്ടുവസ്ത്ര നിർമ്മാണം അറിയായിരുന്നു. ഇതൊക്കെ അവർക്ക് അറിയായിരുന്നു. ഇനി അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങൾ ഉപയോഗിച്ചാണ് ഇവർ എഴുതിയിരുന്നത്. അതൊന്ന് ഓർത്തോക്കണേ. ഇതുവരെ നമ്മൾ അക്ഷരങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഇതുവരെയുള്ള 3 സംസ്കാരങ്ങളെ പറ്റി നമ്മൾ പഠിച്ചത്. പക്ഷെ ഇവരെന്തായിരുന്നു? അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങളാണ് ഇവർ എന്ത് ചെയ്തത്? ഉപയോഗിച്ചിരുന്നത്. ഇനി അതേപോലെ കലണ്ടറിന്റെ കാര്യമാണ്. ഒരു വർഷത്തിൽ 365 ദിവസം ഉണ്ടായിരുന്നു ഇവർ തയ്യാറാക്കിയ കലണ്ടറിൽ. അപ്പൊ ഇത്രയാണ് വെങ്കലയുഗ സംസ്കാരം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന മെയിൻ ഭാഗങ്ങൾ ഇത്രയാണ് ഉള്ളത്. അപ്പൊ ഇതിലെ മെയിൻ പോയിന്റുകളൊക്കെ നന്നായിട്ട് പഠിച്ചു നോക്കുക. ജനറൽ എക്സാമിനും ഞാൻ പറഞ്ഞില്ല, റയറായിട്ട് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. നമ്മൾ മെസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്നൊക്കെ ചോദിച്ചതുപോലെ ജനറൽ എക്സാമിന് ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. അല്ലാതെ സിലബസിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇത് വിട്ട് കളയരുത്. എന്തായാലും നിർബന്ധമായിട്ട് പഠിച്ചേണ്ട ഭാഗങ്ങളാണ് ഈ നദീതട സംസ്കാരങ്ങൾ. അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സമ്മറിയാണ് ഇത് കണ്ടോ ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇതൊക്കെയാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള സമ്മറി. ഏതാണെന്നൊക്കെ ഉള്ളത് എന്ത് ചെയ്യുക? വൃത്തിക്കാരുടെ ഓർത്ത് നോക്കാം. അപ്പൊ ഇനി നമുക്ക് അടുത്ത എടുക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഭൗമരഹസ്യങ്ങൾ തേടി കേട്ടോ, ജോഗ്രഫി ആയിട്ടാണ്. ഇതെല്ലാവർക്കും വേണ്ടിയുള്ള ചാപ്റ്ററാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂമിയുടെ ഉള്ളറ, കോർ, കാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാറില്ല, അതിനെ പറ്റിയൊക്കെ വരുന്ന ചാപ്റ്ററാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവർക്കും വേണം, എല്ലാ എക്സാമിനും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ എന്ത് ചെയ്യാം? അടുത്തൊരു ചാപ്റ്ററിൽ നോക്കാം. ഓക്കെ, ബൈ.